15-ാം വയസ്സിലാണ് അഭിലാഷ് തേനീച്ചകളോട് കൂട്ടുകൂടിയത്. പിന്നീട് ഇന്നോളം തേനീച്ച പരിപാലനം ഈ കർഷകൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇടുക്കിയുടെ കാലാവസ്ഥയെ കാര്യമായി പരിഗണിച്ചാണ് തേനീച്ച പരിപാലനം. ഹൈറേഞ്ചിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും അധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മെയ് മുതൽ ഡിസംബർ വരെ തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി നൽകും. ഇപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേന് ഇത് മുട്ടിക്കും. അത് അടുത്ത ഒരാഴ്ച അകത്തിടുക, ഇങ്ങനെ അകത്തിടുക, ഒരാഴ്ച മനസ്സിലായി. അകത്തിട്ടിട്ട് നമ്മൾ അടുത്ത് നട്ട് ഇവിടെ കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന അടുത്ത തേനുള്ള മക്കൾ ഒരാഴ്ച അകത്തിടുക. കറക്റ്റായിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേന് അകത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത അട. ഒരു പെട്ടിയിൽ നിന്ന് 4 കിലോ തേൻ വരെ ലഭിക്കും. വർഷങ്ങളുടെ ശ്രമഫലമായി തേനീച്ച പരിപാലനത്തിൽ നേടിയെടുത്ത അറിവുകൾ മറ്റു കർഷകർക്ക് പകർന്നു നൽകാനും ഈ കർഷകൻ സമയം കണ്ടെത്തുന്നു. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷകർക്ക് തേനീച്ച വളർത്തലിന് ആവശ്യമായ പെട്ടികളും പരിശീലനവും അഭിലാഷ് നൽകി വരുന്നുണ്ട്. ഒപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ വാങ്ങി ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.